നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. SIT കസ്റ്റഡിയിൽ ചോദ്യങ്ങൾക്ക് മുന്നിൽ പുളഞ്ഞ് N വിജയകുമാർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വിജയകുമാറിന് കൃത്യമായ പങ്കുണ്ടെന്ന് SIT വ്യക്തമാക്കുന്നു. ഊരാ കുടുക്കിട്ടാണ് വിജയകുമാറിനെ SIT തൂക്കിയിരിക്കുന്നത്. ഹൈക്കോടതിക്ക് മുൻപിൽ ഒരു കള്ളത്തരങ്ങളും SITക്ക് കാണിക്കാൻ കഴിയില്ല. അന്വേഷണ സംഘത്തിന് കൃത്യമായ വിവരങ്ങൾ മാത്രമേ ഹൈക്കോടതിയിൽ ധരിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഹൈക്കോടതിക്ക് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് 2019 ദേവസ്വം ബോർഡിന് സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ എത്ര ഉന്നതന്മാരാണ് ബോർഡിൽ അന്നുണ്ടായിരുന്നതെങ്കിലും അവരെ എല്ലാവരെയും തൂക്കിയെടുക്കാൻ തന്നെയാണ് ഹൈക്കോടതി ഇറങ്ങിയിരിക്കുന്നത്. SIT വിജയകുമാറിലേക്ക് എത്തിയിരിക്കുകയാണ്. ശങ്കർദാസിനെയും അറസ്റ്റ് ചെയ്യുമെന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ ശങ്കർദാസിനെ തൽക്കാലം ഒന്ന് വിട്ടുവെച്ചിരിക്കുകയാണ്. കാരണം ശങ്കർദാസ് ആശുപത്രിയിലാണ് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നിർണായകമായ അറസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. ആ അറസ്റ്റിന് ശേഷം SIT ചോദ്യമുനയിൽ നിർത്തുകയായിരുന്നു വിജയകുമാറിനെ. വിജയകുമാർ നിന്ന് നിലവിളിക്കുകയായിരുന്നു. CPMന്റെ പല കേന്ദ്രങ്ങൾക്കും ഇപ്പോൾ തീ പിടിച്ചിരിക്കുകയാണ് വിജയകുമാറിന്റെ അറസ്റ്റോടെ. സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിനൊപ്പം വിജയകുമാറും ഗൂഢാലോചന നടത്തിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. രേഖകളിൽ കൃത്രിമം നടത്തിയെന്നും ബോർഡിന് നഷ്ടമുണ്ടാക്കാനായി പ്രതികൾ സഹകരിച്ചുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. വിജയകുമാറിനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അടുത്ത മാസം 12 വരെയാണ് റിമാൻഡ് കാലാവധി. തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയാണ് പ്രതിയെ റിമാൻഡ് ചെയ്തത്. വിജയകുമാർ സമർപ്പിച്ച ജാമ്യാപേക്ഷ ഈ മാസം 31-ന് പരിഗണിക്കും. പക്ഷേ അതുകൊണ്ട് കാര്യമുണ്ടാകില്ല. കാരണം ജാമ്യം കിട്ടില്ല. ദേവസ്വം ബോർഡ് മുൻ അംഗമാണ് N വിജയകുമാർ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളി കൊടുത്തുവിടാൻ തീരുമാനമെടുത്തതിൽ എല്ലാവർക്കും പങ്കുണ്ട് എന്ന് നേരത്തെ കണ്ടെത്തിയതായിരുന്നു. ഇത് ഊട്ടി ഉറപ്പിക്കുന്നതാണ് SITയുടെയും റിപ്പോർട്ട്. മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ ശേഷം സുഹൃത്തിന്റെ വീട്ടിലേക്ക് മാറിയ വിജയകുമാർ ഉച്ചയോടെ SIT ഓഫീസിൽ ഹാജരാകുകയായിരുന്നു. സെക്രട്ടേറിയറ്റിലെ CPM സംഘടനയുടെ പ്രസിഡന്റായിരുന്നു വിജയകുമാർ. അതായത് CPMുമായി അടുത്ത ബന്ധമുള്ളയാളാണ്. പക്ഷേ പാർട്ടിക്കെതിരെ പറയാനും പേടിയാണ്. എന്നാൽ സത്യങ്ങൾ വിളിച്ചു പറയാനും പേടിയാണ്. പക്ഷേ അകത്ത് കിടക്കേണ്ടി വരും സത്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ. അതായത് പാർട്ടി മുഴുവൻ ഉത്തരവാദിത്വവും ഇപ്പോൾ അകത്തായ എല്ലാവരുടെയും തലയിലിട്ട് ഉന്നതന്മാരെ രക്ഷപ്പെടുത്താനാണ് നീക്കം നടത്തുന്നത്. അതുകൊണ്ട് ഇതറിയാവുന്ന വിജയകുമാർ തന്റെ തടികേടാകുന്നതൊന്നും പറയാൻ സാധ്യതയില്ല. എന്നാൽ ചില സത്യങ്ങൾ വിജയകുമാറിന് വെളിപ്പെടുത്തേണ്ടി വരിക തന്നെ ചെയ്യും. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടും ഒപ്പം ബോർഡിൽ അംഗങ്ങളായ N വിജയകുമാറിനെയും KP ശങ്കർദാസിനെയും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന് ഹൈക്കോടതി ചോദിച്ചിരുന്നു. വമ്പൻ സ്രാവുകളിലേക്ക് അന്വേഷണം നീങ്ങണമെന്ന കോടതിയുടെ കർശന നിർദ്ദേശം കൂടി വന്നതിന് പിന്നാലെയാണ് അടുത്ത അറസ്റ്റ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. 2 അംഗങ്ങളെ SIT അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുന്നതിനിടെയാണ് വിജയകുമാർ SIT ഓഫീസിലെത്തി കീഴടങ്ങിയത്. മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതിനു ശേഷം വിജയകുമാർ ഒളിവിലായിരുന്നു. ഹൈക്കോടതി പരാമർശത്തിന് പിന്നാലെ SIT വിജയകുമാറിനെയും ബന്ധുക്കളുടെയും വീട്ടിൽ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. ഇതറിഞ്ഞ വിജയകുമാർ താൻ ജീവിതം അവസാനിപ്പിക്കാൻ പോകുകയാണെന്ന് അടുത്ത സുഹൃത്തുക്കൾക്ക് സന്ദേശം അയച്ചിരുന്നു. ഇതിന് പിന്നാലെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പമെത്തി വിജയകുമാർ കീഴടങ്ങുകയായിരുന്നു. ബോർഡിന് നഷ്ടമാകും വിധം പ്രതികളെ സഹായിക്കാൻ രേഖകളിൽ കൃത്രിമം നടത്തിയെന്നതടക്കമുള്ള കുറ്റമാണ് വിജയകുമാറിനെതിരായ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. കൊള്ളയ്ക്ക് വിജയകുമാറും കൂട്ടുനിന്നു എന്നുള്ളത് ഏകദേശം വ്യക്തമാകുകയാണ്. ഇതിൽ നിന്ന് ഇനി ഊരിപ്പോകുക അസാധ്യമാണ്. കാരണം ഹൈക്കോടതിയാണ് ഉടുമ്പിൻ പിടുത്തമിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരുത്തനും രക്ഷപ്പെടാൻ പോകുന്നില്ല. മറ്റൊരു കാര്യം, CPMന്റെ പല കേന്ദ്രങ്ങളിൽ ഇപ്പോൾ വിറയൽ തുടങ്ങിയിട്ടുണ്ട്. കാരണം വിജയകുമാർ കൂടി അറസ്റ്റിലായിരിക്കുകയാണ്. ഇനി അടുത്തത് ശങ്കർദാസ് ആണ്. ഇവരുടെയൊക്കെ വായിൽ നിന്ന് പല പേരുകളും പുറത്തേക്ക് വരും. ഇതൊക്കെയാണ് പാർട്ടിയെ വിറളി പിടിപ്പിക്കുന്നത്. കോടതിക്ക് മുൻപിൽ പൊട്ടിക്കരയുകയായിരുന്നു വിജയകുമാർ. അതായത് കൂടുതലൊന്നും തന്നെ വിജയകുമാർ പ്രതികരിക്കാൻ നിന്നില്ല. കൈകൂപ്പി കരയുകയായിരുന്നു. ചെയ്തു കൂട്ടിയതിനൊക്കെ കാലം മറുപടി തരും എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായി കാണുമല്ലോ. വിജയകുമാറിന് കുരുക്കായത് പത്മകുമാറിന്റെ മൊഴിയും മിനിറ്റ്സുമാണ്. 2019 മാർച്ച് 19-ന് പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറുമ്പോൾ മിനിറ്റ്സിൽ ചെമ്പെന്ന് പത്മകുമാർ തിരുത്തി എഴുതിയതാണ് നിർണായകമായത്. എല്ലാം പത്മകുമാർ മാത്രം അറിഞ്ഞാണെന്ന് വിജയകുമാറും ശങ്കർദാസും മുൻപ് SITക്ക് മൊഴി നൽകിയിരുന്നു. എന്നാൽ ബോർഡ് എടുത്ത തീരുമാനത്തിൽ താൻ മാത്രം എങ്ങനെ പ്രതിയാകുമെന്നായിരുന്നു ജാമ്യാപേക്ഷയിലെ പത്മകുമാറിന്റെ ചോദ്യം. പക്ഷാഘാതം ബാധിച്ച KP ശങ്കർദാസ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശങ്കർദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ 1-ന് കോടതി പരിഗണിക്കും.
ഇടത് സംഘടന സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനിൽ പ്രസിഡന്റായിരിക്കെ വിജയകുമാറിനെ അക്രമസമരത്തിന്റെ പേരിൽ UDF സർക്കാർ പിരിച്ചുവിട്ടിരുന്നു. VS സർക്കാർ തിരിച്ചെടുത്തു. വിരമിച്ച ശേഷം CPM നോമിനിയായാണ് ബോർഡിലെത്തുന്നത്. നിലവിൽ തിരുവല്ലം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമാണ് N. വിജയകുമാർ. സ്വർണ്ണക്കൊള്ളയിൽ രാജ്യാന്തര ബന്ധത്തിന്റെ കണ്ണിയെന്ന് പ്രവാസി വ്യവസായി മൊഴി നൽകിയ ദിണ്ടിഗൽ സ്വദേശി മണിയെ അടുത്ത ദിവസം SIT ചോദ്യം ചെയ്യാനിരിക്കുകയാണ്. SIT അതായത് ബോർഡിലെ അംഗങ്ങളുമായി ഈ ഡി മണിക്ക് പങ്കുണ്ട് എന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ അടപടലം ഇവരെല്ലാം കുരുക്കിലേക്ക് വീഴും. അങ്ങനെ അന്താരാഷ്ട്ര കൊള്ളയിലേക്ക് ഇവരെല്ലാം എത്തും. ഇതിനിടെ ശബരിമലയിൽ നിന്നും കടത്തിയ സ്വർണം വിഗ്രഹമായല്ല സ്വർണ്ണ ഉരുപ്പടികളാക്കിയാണ് കൈമാറിയതെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വിദേശ വ്യവസായി നൽകിയ മൊഴിയിലാണ് നിർണായക വിവരങ്ങളുള്ളത്. തിരുവനന്തപുരത്ത് വെച്ച് ഡി മണിക്ക് സ്വർണം കൈമാറി ഇതിന് താൻ സാക്ഷിയാണെന്നാണ് വിദേശ വ്യവസായി നൽകിയിരിക്കുന്ന മൊഴി. മണി വഴി സ്വർണ്ണ ഉരുപ്പടികൾ അന്താരാഷ്ട്ര വിപണികളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും വ്യവസായിയുടെ മൊഴിയിലുണ്ട്. ഈ വ്യവസായിയുടെ മൊഴിയാണ് ഇവർക്കെല്ലാവർക്കും കുരുക്കായി മാറിക്കൊണ്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPMന്റെ കഴുത്തിന് നേരെ ഹൈക്കോടതിയുടെ പിടി വീണിട്ടും MV ഗോവിന്ദൻ ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. ശബരിമല വിഷയം തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടില്ല എന്നാണ് ഇപ്പോൾ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത്. ശബരിമല വിഷയം എതിരാളികളാണ് പ്രചാരണ വിഷയമാക്കിയത്. ഇത് അപകടകരമായ സാഹചര്യമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോൽവിക്ക് ശബരിമല കാര്യമായിട്ടില്ലെന്നും അത് തങ്ങളെ ഏശിയിട്ടില്ല എന്നുമാണ് MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. മൂട്ടിൽ വരെ തീപിടിച്ചിരിക്കുകയാണ്. എന്നിട്ടും ഇങ്ങനെ പറയാനുള്ള ഗോവിന്ദന്റെ ആ ഒരു മനസ്സ് അത് സമ്മതിച്ചു കൊടുക്കണം. കാരണം തീ ആളിക്കത്തി തലമണ്ട വരെ എത്താറായി. എന്നിട്ടും ഇപ്പോഴും ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല, ഞങ്ങളെ ഇതൊന്നും ബാധിച്ചിട്ടേ ഇല്ല എന്നുള്ള നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത്. തങ്ങൾക്കിതൊന്നും ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുമ്പോഴും സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച കേസിൽ അറസ്റ്റിലായ M. പത്മകുമാറിനെതിരെ ഉടൻ നടപടി ഉണ്ടാകില്ല എന്നും ഗോവിന്ദൻ പറയുന്നുണ്ട്. അതായത് ഞങ്ങൾ സംരക്ഷിക്കുമെന്ന്. കേസിൽ പത്മകുമാറിന് പങ്കുണ്ടോ എന്നറിയണം. വാർത്തകളുടെ പേരിൽ നടപടിയെടുക്കുന്ന പാർട്ടിയല്ല CPM. കേസിൽ കുറ്റപത്രം സമർപ്പിച്ച ശേഷം ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളുമെന്നും വാർത്താ സമ്മേളനത്തിൽ MV ഗോവിന്ദൻ പറഞ്ഞു. അതായത് ഞങ്ങൾ അതുവരെ ചേർത്ത് പിടിക്കുമെന്നും അണ്ണാക്കിൽ വരെ തീ എത്തിയതിനു ശേഷം മാത്രമേ ഞങ്ങൾ നടപടിയെടുക്കൂ എന്നുള്ള ഒരു നിലപാടാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും MV ഗോവിന്ദനും കൂട്ടരും വിജയകുമാറിന്റെ അറസ്റ്റോടുകൂടി വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് വീണിരിക്കുകയാണ്. ഇനി എന്തൊക്കെ ക്യാപ്സൂൾ ഇറക്കിയാലാണ് ഒന്ന് വെളുപ്പിക്കാൻ കഴിയുക എന്നാണ് MV ഗോവിന്ദൻ ഉറക്കമളച്ചിരുന്ന് ആലോചിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.